ഗൈസ് നമസ്കാരം. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന ഒരു കണ്ടംപററി ഡിസൈൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു മനോഹരമായ വീട് നമുക്കിന്ന് സെയിലിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ എലിവേഷൻ ലുക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ടെറാക്കോട്ട മെറ്റീരിയൽ അതുപോലെ തന്നെ ഗ്ലാഡിങ് ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് മനോഹരമായി ബ്യൂട്ടിഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന അടിപൊളി ഒരു വീടാണ്. നമുക്കൊരു വില്ല പ്രോപ്പർട്ടീസിനകത്ത് വരുന്ന ഒരു 4 BHK വീടാണ്. തൊട്ടടുത്തായിട്ട് വേറെ വീടുകളുടെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീട് നമുക്ക് റെഡി ടു മൂവ് ഓൺ ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് പറയാനായിട്ടാണ് അപ്പോൾ വന്നിട്ടുള്ളത്. കറക്റ്റ് ലൊക്കേഷൻ ട്രിവാൻഡ്രം സെൻട്രൽ സിറ്റിയിൽ നിന്ന് നമുക്കൊരു 12 കിലോമീറ്റർ മാറിയിട്ട് നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് നമുക്ക് ഈ വീടിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കിവിടുന്ന് തമ്പാനൂർ പോകാനായിട്ട് നമുക്കൊരു 20-25 മിനിറ്റ്സിന് ഡ്രൈവ് മാത്രമേ വരുന്നുള്ളൂ. നമ്മളെ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 150 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമുക്ക് വരുന്നത്. പേയാട് തച്ചോട്ടാവ്, ട്രിവാൻഡ്രം ജില്ലയിൽ പേയാട് തച്ചോട്ടാവിലാണ് നമുക്ക് ഈ ഒരു വീട് വന്നിട്ടുള്ളത്. ഇരട്ടക്കല്ലിങ്കൽ എന്നാണ് പ്രോപ്പർ സ്ഥലത്തിന് നമുക്ക് പേര് വരുന്നത്. തൊട്ടടുത്തായിട്ട് നമുക്ക് പല വീടുകളൊക്കെ പണി ചെയ്ത് വരുന്ന ഒരു ലൊക്കാലിറ്റിയാണ്. തൊട്ട് ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഏകദേശം ഒരു 10-12 വില്ല വരെ നമുക്ക് പ്രോപ്പർട്ടീസ് എല്ലാം കംപ്ലീറ്റ് ആയി തീർത്ത് അവിടെ ആൾതാമസമുള്ള ഏരിയ തന്നെയാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൂടെ നമുക്ക് പോകാം. 4 സെൻറ്റിൽ 1850 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ നമുക്ക് പണി തീർത്തിരിക്കുന്ന മനോഹരമായ ഒരു കണ്ടംപററി ഡിസൈൻ വരുന്ന വീടാണ്. 4 ബെഡ്റൂമിൽ നമുക്ക് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂമാണ്. താഴത്തെ നിലയിൽ നമുക്ക് 2 ബെഡ്റൂം ഉൾപ്പെടെ വന്നിരിക്കുന്ന പണി തീർത്തിരിക്കുന്ന നല്ല അടിപൊളി വീടാണ്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂം നമുക്ക് ഇച്ചിരി റയറായിട്ടാണ് നമുക്ക് വരാറുള്ളത്. അപ്പോൾ ഈ 4 ബെഡ്റൂമിൽ 2 ബെഡ്റൂം നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു വീടിൻ്റെ നല്ല മനോഹരമായ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമുക്ക് മാക്സിമം ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ വീഡിയോ കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ ഫ്രണ്ടേജ് നമുക്ക് ഇത്രയും വൈഡായിട്ടുള്ള ഒരു ഫ്രണ്ടേജ് നമുക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര വലിയ വണ്ടിയായിരുന്നു നമുക്ക് ഈ ഒരു എൻട്രൻസ് ഇവിടെ നമ്മൾ അകത്തോട്ട് കിടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടില്ലാതെ വരുന്ന ഒരു എൻട്രൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇൻ്റർലോക്ക് നമുക്ക് ഫ്രണ്ടെല്ലാം നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. വിത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചിട്ടാണ് നമുക്ക് ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യുന്ന ഒരു കാർ പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗമെല്ലാം കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ വരുമ്പോഴത്തേക്കും നമുക്കൊരു ഗാർഡൻ പ്രൊവിഷൻ വന്നിട്ടുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണർ തന്നെയാണ്. കൂടാതെ പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടെല്ലാം കണ്ടതുപോലെ തന്നെ ഇൻ്റർലോക്ക് ചെയ്ത ഒരു ഏരിയ ആണ്. ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു റെക്ടാങ്കിൾ മോഡൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ്. ഓക്കെ, തൂണിലൊക്കെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇത് കാണാൻ പറ്റും. സിറ്റ് ഔട്ട് നമുക്ക് വരുമ്പോഴത്തേക്കും 12x6 ഡയമെൻഷൻ വരുന്ന റെക്ടാങ്കിൾ ഷേപ്പിലുള്ളൊരു മനോഹരമായൊരു സിറ്റ് ഔട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. അത്യാവശ്യം ഒരു 3-4 ചെയർ വരെ നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വൈകിട്ടൊക്കെ ഈവനിങ് ഒക്കെ നമുക്ക് അവിടെ ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് നമുക്കിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു വ്യൂ ആണ് നമുക്ക് മനോഹരമായൊരു ഈ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. സ്പോട്ട് ലൈറ്റും കാര്യങ്ങളെല്ലാം തന്നെ ഫ്രണ്ടിൽ വന്ന് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് നമുക്ക് പോകാം. ഇത് നമുക്ക് വരുന്നത് നമുക്ക് ഫ്രണ്ട് ഡോറാണ്. വീടിൻ്റെ ഫ്രണ്ട് ഡോറാണ് ഈ കാണുന്നത്. പ്ലാവിൻ തടിയിലാണ് ഈ ഫ്രണ്ട് ഡോർ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ളത്. സിമ്പിളായിട്ടൊരു എലഗൻ്റ് ഒരു മോഡൽ രീതിയും കാര്യങ്ങൾ തന്നെയാണ് വീടിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഡോർ നമുക്ക് കൊടുത്തിട്ടുള്ളത്. പ്ലാവിൻ തടിയിലാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ളത്. സിറ്റ് ഔട്ട് നമ്മൾ അകത്തോട്ട് പോകുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളും സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ഒരു ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല മനോഹരമായ വിശാലമേറിയ ലീവിങ് ഏരിയയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ഈ ലീവിങ് ഏരിയ നമുക്ക് വരുമ്പോഴത്തേക്കും 18x12 ലീവിങ് ഏരിയ ഡയമെൻഷൻ വരുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന സിമ്പിളായിട്ട് നല്ല സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ടുള്ള ഒരു മനോഹരമായൊരു വീടാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ 18x12 നമുക്ക് ഈ ഒരു ഹാളിൻ്റെ ഡയമെൻഷൻ, ലീവിങ് ഏരിയ ഡയമെൻഷൻ. അട്രാക്റ്റീവായിട്ട് തോന്നുന്ന TV യൂണിറ്റ് ഏരിയ നമുക്ക് വന്നിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് വുഡ് പാനൽ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് വാൾ പാനലാണ് തടിയുടെ ഡിസൈൻ വരുന്ന പാനലും കാര്യങ്ങളും ചെയ്ത് മനോഹരമായ ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ TV യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു അത്യാവശ്യം നല്ല വലിയൊരു TV കാര്യങ്ങളൊക്കെ ബൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. തൊട്ട് താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസൊക്കെ ഉൾപ്പെടെയാണ് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഒരു പാർട്ടീഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ TV യൂണിറ്റ് വന്നിട്ടുള്ളത്.
ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു ഇതിലോട്ട് പോവാം. അപ്പോൾ ഇത് നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഒരു വുഡ് പാനൽ കാര്യങ്ങളൊക്കെ സെൻറ്ററിൽ വന്നിട്ട് ബാക്കിയെല്ലാം നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനലും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് നൽകിക്കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിരിക്കുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ് ലിവിങ് ഏരിയയിൽ ചെയ്തിട്ടുള്ളത്. നമുക്കൊരു ലൈബ്രറി കാര്യങ്ങൾ പോലത്തെ ഒരു ഷെൽഫ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം ബുക്സും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വുഡ് പാനൽ പിന്നെ നമുക്ക് വുഡിൻ്റെ ഡിസൈനൊക്കെ വരുന്ന ഒരു ബോർഡ് വെച്ചിട്ടാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർത്തുള്ളത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ്, ഒരു ബുക്സൊക്കെ വയ്ക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് പോലെ തന്നെയാണ് അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് നേരത്തെ കാണുന്ന ലിവിങ് ഏരിയയുടെ ഓപ്പോസിറ്റായിട്ടാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. ഈ ഒരു പാർട്ടീഷൻ്റെ ബാക്ക് സൈഡിലേക്ക് ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല വിശാലമായ ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ്. 16x12 നിങ്ങൾക്ക് ഡൈനിങ് ഏരിയ ഡയമെൻഷൻ വന്നിരിക്കുന്നത്. കറക്റ്റിരിക്കുന്ന ഫ്ലോറിംഗ് എല്ലാം തന്നെ കജേറിയുടെ നല്ല ക്വാളിറ്റി പ്രീമിയം ടൈൽസ് തന്നെയാണ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് കവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു 4 വിൻഡോ മോഡൽ ഒരു ഇത് വന്നിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റൊക്കെ വെച്ചുകൊണ്ട് ഗ്ലാസ് ഔട്ട്ഡോറായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിരിക്കുന്ന കെട്ടി അടച്ചിരിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് ഈ ഒരു ഡൈനിങ് ഏരിയ കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇതും നമുക്ക് ലിവിങ് ഏരിയയിൽ കണ്ടതുപോലെ തന്നെ സെൻറ്ററിൽ നമുക്ക് വുഡ് പാനലിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് ബാക്കിയുള്ളതെല്ലാം പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് കൊടുത്തുകൊണ്ട് വരുന്ന ഒരു ഫോൾ സീലിംഗ് വർക്കാണ് ഡൈനിങ് ഏരിയയിലിട്ട് വന്നിട്ടുള്ളത്. ഡൈനിങ് ഏരിയയുടെ കോർണറിൽ തന്നെയാണ് വാഷ് കൗണ്ടർ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് തന്നെയാണ്. ജാഗറിന് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് വാഷ് കൗണ്ടർ ഏരിയയിൽ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് അതുപോലെ തന്നെ ഒരു മിററും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും റെഡ് ബ്രിക്സിൻ്റെ ഒരു ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് നല്ല ഒരു ആൻറ്റിക് ലുക്ക്, ഒരു ട്രഡീഷണൽ ലുക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു ഭാഗം. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് കിച്ചൺ വരുന്നത്. അപ്പോൾ കിച്ചണിലോട്ട് നമുക്ക് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ കിച്ചൺ. 18x10 ഡയമെൻഷനാണ് കിച്ചൻ്റെ ഡയമെൻഷൻ വരുന്നത്. തറയിൽ നമുക്ക് ഫ്ലോറിങ്ങായിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് വുഡ് പാനൽ വരുന്ന ടൈൽസാണ്. ഗ്രിപ്പിന് നമുക്ക് മാറ്റ് ഫിനിഷ് ആയ ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു കിച്ചൺ എല്ലാം ചെയ്തിട്ടുള്ളത്. മുകളിലും താഴെയുമായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും നൽകിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർക്കുന്ന ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് ഈ ചെയ്തിരിക്കുന്നതെല്ലാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ലൈഫ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ചെയ്തിരിക്കുന്നതെല്ലാം. വളരെ മോഡുലാർ രീതിയിൽ തന്നെയാണ് കിച്ചൺ എല്ലാം പണിതിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ നല്ല മനോഹരമാക്കി ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിരിക്കുന്ന ഒരു വർക്ക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് സേഫായിട്ട് ഇരിക്കുന്ന ഒരു ഇതാണ് നമുക്ക് ഈ ഒരു കിച്ചണിൽ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീടിൻ്റെ കിച്ചണോട് തന്നെയാണ് നമുക്ക് വർക്ക് ഏരിയ വരുന്നത്. ബട്ട് വർക്ക് ഏരിയയുടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 4 ദിവസത്തിനകത്ത് കംപ്ലീറ്റ് ആവുന്ന ഒരു വർക്ക് തന്നെയാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് വർക്ക് ഏരിയക്കായാലും. മുകളിൽ റൂഫും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു വർക്ക് ഏരിയയാണ്. എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കിണറും കാര്യങ്ങളൊക്കെ. ഈ ഒരു ഭാഗത്താണ് കിണർ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിന്ന് നേരെ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോകാം. ആദ്യം പറഞ്ഞ പോലെ തന്നെ വീട് 4 BHK ആണ്, 4 ബെഡ്റൂമാണ്. 2 എണ്ണം നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഈ കാണുന്നതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം. 12x10 ഡയമെൻഷൻ വരുന്ന വിശാലമായ ഒരു റൂമാണ് ഈ കാണുന്നത്. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് നമുക്ക് ഫ്ലോറിങ്ങിനായിട്ട് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഫോൾ സീലിംഗ് വർക്കാണ് വരുന്നത്. പ്രൊഫൈൽ ലൈറ്റ് ചാനലിലാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സ്പോട്ട് ലൈറ്റ് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വാർഡ്രോബ്സ് നമുക്ക് കോർണറിൽ ഇൻബിൽഡായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. അടിപൊളിയായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓൾട്ടയിലെല്ലാം നമുക്ക് ഏകദേശം സെറ്റ് ചെയ്ത് ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് വന്നിരിക്കുന്ന ഒരു ബാത്റൂമാണ് ഈ കാണുന്നത്. ജാഗ്വാറിന് നല്ല ക്വാളിറ്റി ഫിറ്റിങ്സിനാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ആക്കിയിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം, താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ പോകുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂം. 12x10 ഈ റൂമിൻ്റെ ഡയമെൻഷൻ വന്നിരിക്കുന്നത്. വിശാലമായ റൂം തന്നെയാണ് കാണുന്നത് പോലെ. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസിനാണ് ഫ്ലോറിനായിട്ട് യൂസ് ആക്കിയിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനൽ അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് പോലെ തന്നെ ഒരു വാർഡ്രോബ്സ് നമുക്ക് റൂമിൽ ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ജാഗ്വാർ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് നമുക്ക് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ആക്കിയിരിക്കുന്നത്. ടൈലും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല അത്യാവശ്യം നല്ല പൊക്കത്തിൽ ചെയ്തിട്ടുണ്ട്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെയാണ് കംപ്ലീറ്റ് ആക്കി ചെയ്തു തന്നിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിൽ പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ സ്റ്റീലിലാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ളത്. നല്ല അത്യാവശ്യം നല്ല വീതിയുള്ള സ്റ്റെപ്പും കാര്യങ്ങളും സ്റ്റെയറാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് മുകളിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പാസ് ചെയ്യാനുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് അത്യാവശ്യം അവിടെ യൂസ് ചെയ്തുകൊണ്ട് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. നേരെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. അടിപൊളിയായ വിശാലമേറിയൊരു ഫസ്റ്റ് ഫ്ലോറാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല വീതിക്ക് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ നമുക്ക് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെ മെയിൻ ഹോളാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹോളിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് 22x18 നമുക്ക് ഡയമെൻഷൻ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഒരു ഏരിയ വന്നിട്ടുള്ളത്. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനൽ അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. ഒരു TV യൂണിറ്റ് നമുക്ക് ഈ ഒരു ഏരിയയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. വാൾ പാനലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു TV യൂണിറ്റ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂമും ആണ് വന്നിട്ടുള്ളത്. ഒരു ഹോൾ 2 ബെഡ്റൂം ഒരു ബാൽക്കണിയാണ് ഫ്ലോർ പ്ലാനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്കൊരു സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് തന്നെയാണ് ഈ സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ നമുക്ക് സ്റ്റീലിൻ്റെ ഹാൻഡിൽസ് ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഇരിക്കാൻ ഒരു സേഫ്റ്റിക്കായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. തൊട്ട് മുകളിലോട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഫർഗോള മോഡൽ വരുന്ന ഒരു ഏരിയ വന്നിട്ടുണ്ട്. നമുക്ക് താഴെ വീടിൻ്റെ താഴെ നമുക്ക് കറക്റ്റായിട്ട് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നമുക്കൊരു ഡൈനിങ് ഏരിയയാണ് നമുക്കിതിൻ്റെ തൊട്ട് താഴെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് വീടിനകത്ത് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. ആദ്യമേ വിട്ടുപോയ ഒരു കാര്യം, ഈ വീട് നമുക്ക് 3 ഫേസ് ഇലക്ട്രിസിറ്റി നമുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ താഴെ ഫസ്റ്റ് ഫ്ലോറിൽ കണ്ടതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ബുക്ക് ഷെൽഫ് പോലെ യൂസ് ചെയ്യാൻ, ലൈബ്രറി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് വരുന്ന ഒരു ഭാഗം നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് നമുക്ക് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. 12x10 തന്നെയാണ് റൂമിൻ്റെ ഡയമെൻഷൻ വരുന്നത്. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് നമുക്ക് ഈ ഒരു പാറ്റേണുള്ള ഫോൾ സീലിംഗ് അടിപൊളിയായിട്ടുള്ള മോഡേൺ രീതിയിലുള്ള ഒരു ഫോൾ സീലിംഗ് പാറ്റേണാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഡെക്കറേഷനായിട്ട് യൂസ് ആക്കിയിരിക്കുന്നത്. വാർഡ്രോബ്സ് നമുക്ക് ഓൾറെഡി ഇൻബിൽഡായിട്ട് ചെയ്തിരിക്കുന്ന ഒന്നാണ് ഈ കാണുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം. ജാഗ്വാറിന് നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ആക്കിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂം എല്ലാം ചെയ്തിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഇതാണ് കാണുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ അവസാനത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. 12x11 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ റൂം തന്നെയാണ് ഇതും. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഫ്ലോറിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. മുകളിലെ രീതിയിലുള്ള ഒരു ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. പ്രൊഫൈൽ ചാനലാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു വാൾഡ്രോബ്സ് നമുക്ക് ഇൻബിൽഡായിട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വിശാലമേറിയ റൂമാണ് ഈ കാണുന്നത്.
ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം. ഇവിടെ നമുക്ക് ജാഗോർ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ആക്കിയിരിക്കുന്നത്. നമുക്ക് നേരെ ഇവിടെ ഒരു ഓപ്പൺ ഏരിയ നമുക്ക് വന്നിട്ടുണ്ട്. ഒരു വാഷ് ബേസിനും അതുപോലെ തന്നെ ഒരു മിററും വച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഒരു പ്രൊവിഷൻസ് വന്നിട്ടുള്ളത്. തൊട്ടടുത്തായിട്ടാണ് നമുക്ക് വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ യൂസ് ആക്കിയിട്ടുള്ളത്. മുകളിലോട്ട് പോകാനുള്ള എൻട്രൻസ് ഈ ഭാഗത്തു നിന്നാണ് നമുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് നേരെ ഇനി വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് മെയിൻ ബാൽക്കണി. 12x4 ഡയമെൻഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. അപ്പോൾ ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് നല്ല ഒരു ഗ്രിപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ഇപ്പം വെള്ളവും കാര്യങ്ങളൊക്കെ ഇവിടെ കിടന്നാൽ പോലും നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. നല്ല ഗ്രിപ്പായിട്ടുള്ളൊരു ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഔട്ട്ഡോർ പ്ലാന്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. തൊട്ടടുത്തായിട്ടുള്ള നമുക്കൊരു ഓപ്പണിങ്, ഈ ഒരു ഭാഗത്ത് നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ബാർ സ്ട്രിപ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കാറ്റും കാര്യങ്ങളൊക്കെ അകത്തോട്ട് വരാനുള്ള ഒരു ഏരിയ നമുക്ക് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് നമുക്ക് ടെറാക്കോട്ട മെറ്റീരിയൽ വെച്ച് യൂസ് ചെയ്തിട്ട് നല്ല മനോഹരമായൊരു ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് ഒരു ഏരിയ നമുക്ക് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതുവഴി നമുക്ക് കാറ്റും അതുപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇതാണ് നമുക്ക് ബാൽക്കണിയിൽ വരുന്ന ഒരു വ്യൂ വരുന്നത്. തൊട്ട് മുകളിലായിട്ട് നമുക്ക് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. 12x4 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു ബാൽക്കണിയിലോട്ട് വരുന്നത്. ഹാൻഡിൽസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റീലിലാണ് ഹാൻഡിൽസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതാണ് നമ്മൾ കണ്ട നല്ല മനോഹരമായ കണ്ടംപററി ഡിസൈൻ വരുന്നത്. 4 സെൻറ്റിൽ 1850 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്ത് നല്ല മനോഹരമായ ഒരു വീട്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂം വരുന്നുണ്ട്. മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂം. അങ്ങനെ ഒരു ഫ്ലോർ പ്ലാൻ ഡിസൈനാണ് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഈ കണ്ടത്. അപ്പോൾ നിങ്ങൾ ഇത്രയും കണ്ട മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 75 lakhs ആണ്, 75 ലക്ഷമാണ്. തികച്ചും നമുക്ക് നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നമുക്ക് നല്ലൊരു ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് വരുവാണെങ്കിൽ നമുക്കത് സെയിൽ ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ഔട്ട് ചെയ്യാൻ ഓക്കെയാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ നമ്പറിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ ഞാൻ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ നല്ലൊരു വീഡിയോസ് ഇനി വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുവാനായിട്ട് ബെൽ ഐക്കണും കൂടെ ജസ്റ്റ് എനേബിൾ ചെയ്ത് വെച്ചിരിക്കും.